ക്യാരംസ് കളിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പതുക്കിക്കൊണ്ട്. ക്യാരംസ് അല്ല, എഴുതിരി വട്ടം കണ്ട ഇത് ഉത്സവപ്പറമ്പിലെ മുച്ചിട്ട് കളി. ഒറ്റ അറിയാതിരിക്കാനായിരിക്കും. എല്ലാരും വന്നു. ABCDEFG. ഇതൊരു ഓജോ ബോട്ട്. ജോജോ മാളേര് ഓജോ ബോട്ട്. എനിക്കറിയാം. ഞാനൊരു സ്പിരിറ്റ് കൊണ്ടുവരാൻ പോകും. അല്ലേ? ഐശ്വര്യമായിട്ട് ചൂടോടെ ഒന്നൊഴിച്ചാണ്. നോബി, നീ ഉദ്ദേശിക്കുന്ന സ്പിരിറ്റ് അല്ല, ഗുഡ് സ്പിരിറ്റ് കൊണ്ടുവരാൻ പോകുന്നു. അതായത് പേയ്. നല്ല അരക്കളത്ത് പേയ്, പേയ്. മലയാളത്തിലെ പ്രേതം. ഏതൊക്കെ വരൂ. നമ്മളെല്ലാവരും ഇത് നോക്കിക്കോ. രണ്ടുപേരും ഇതിൽ കോൺസെൻട്രേറ്റ് കൈവയ്ക്കുക. ചേട്ടാ, ഇവിടെ ഓൾറെഡി ശ്രീവിദ്യ ഉള്ളതുകൊണ്ട് വേറെ രണ്ടുപേരും മതി. വൈ നോബി. അല്ല, ഇത് വരുമോ? സത്യം ഓക്കെ, ഇപ്പൊ എല്ലാവരും ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അയ്യോ, യെസ്. എടാ ശരിക്കും വന്നോ? വന്നു. അപ്പോഴേ ആരാണ് വന്നതെന്ന് ചോദിരേ. ചോദിക്കല്ലേ? ഗുഡ് സ്പിരിറ്റ്, വാട്ട് ഈസ് യുവർ നെയിം? MAHALI. മഹാലിംഗം. എനിക്ക് തോന്നുന്നത് ഇത് ഡെഫിനറ്റ്ലി തമിഴ്നാടാ. ചേട്ടാ ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടി വന്നേക്കുവല്ലേ നാട്ടിൽ നിന്ന്? ഈ മഹാലിംഗത്തിക്ക് മലയാളികളെ കുറിച്ച് അറിയാമോ? നമുക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അതെ അതെ, എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അന്തസ്ഥായിട്ട് ഇവിടെ നിന്ന് തുടങ്ങാം. അതെ 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 അതെ. ഇതിനെ കുറിച്ച് പല കാര്യങ്ങൾ അറിയാനുണ്ട്. അഖിലേട്ടന്റെ കാര്യം ചോദിക്കാൻ ഞാൻ ചോദിച്ചോളാം. എന്റെ കാര്യം എന്റെ അടുത്ത് ചോദിച്ചാൽ നീ മഹാലിംഗത്തിന് എങ്ങനെ അറിയാം? മഹാലിംഗം എനിക്ക് വിശ്വാസമില്ല. മിസ്റ്റർ മഹാലിംഗം, ഞങ്ങളുടെ ഈ കുട്ടി അഖിലിന് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്? അയ്യോ, ഒരെണ്ണം. പിടി. ഞാൻ എന്തിനു പിടിക്കണം? ഇങ്ങനെ സത്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ രാത്രി വീട്ടിലേക്ക് വരും. അല്ലല്ല മതി, അത് ഇവിടെ പത്തല്ലേ മതി. ആ ലിസ്റ്റ് വരട്ടെ, ലിസ്റ്റ് വരട്ടെ. 123. അത് ചുമ്മാ എന്റെ ഫോളോവേഴ്സ് ആയിരിക്കും പറയണം. ശരി, എനിക്ക് വിശ്വാസമല്ല സത്യം. എനിക്കൊരു കാര്യം അറിയണം. നോബി അണ്ണന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ത്? ഗുഡ് സ്പിരിറ്റ്. ഐ നോ നോബി. ഐ നോ ഹിസ് ഹാബി. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ പുള്ളിയുടെ യഥാർത്ഥ ഇഷ്ടങ്ങൾ എന്താണ്? ചാറ്റ്. അതിന് എപ്പോഴും ചാറ്റ് കാണിക്കരുത്. ബാക്കിയുണ്ട് സാത്താനാ? അല്ലല്ല, ഇത് അതല്ല. ഇത് ചാത്തൻ. ഞാൻ എനിക്കൊരു ചാത്തൻ സേവയില്ല. ഞാൻ ഇന്ന് വരെ ആർക്കും അതല്ല, ചാത്തൻ സേവ. ആ ചാത്തനല്ല, ഇത് ബാഗിനകത്ത് ചാത്ത സാധനം. ശരിയാ. മദ്യം നിർത്തിയില്ല നോബി. മറ്റു ശീലങ്ങളെല്ലാം ഉള്ളും പറഞ്ഞത് എന്റെ ഇവിടെ ഒരു കുരിശ് കിട്ടോ ഈ ചൊക്കലിംഗത്തിന് ഇവിടെ ഓട്ടിക്കാം. ചേട്ടാ, അവിടെ ഉണ്ട് ഒരു question. എനിക്ക് ചോദിക്കാനുണ്ട് ഒരു ചോദ്യം. എന്താണ്? മിസ്റ്റർ മഹാലിംഗം, ശ്രീവിദ്യക്ക് രാഹുലിനോട് ഒന്നുമില്ലേ? ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എന്റെ നോയിലേക്ക് എത്തിയടാ. അല്ല, എനിക്കേ ഇപ്പൊ ഏതാണ്ട് എനിക്ക് ഹോജോബോട് വിശ്വാസമായി തുടങ്ങി. എനിക്കും മനസ്സിലുള്ളതൊക്കെ അറിയാം. രാഹുലിനോട് സ്നേഹമുണ്ടോ എന്നോട് ചോദിച്ചാ പോരായിരുന്നു. ഒറ്റ കിട്ടുമ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇല്ല, ഇപ്പൊ എനിക്ക് ഈ ചോദ്യത്തിലെ കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റും. എനിക്ക് ഡയന അടുത്താണ് ചോദിക്കേണ്ടത്. ഡയന പെർമിഷൻ കൊടുത്താൽ ഞാൻ ചോദിക്കും. അതായത് ഞാൻ പണ്ട് ഇപ്പൊ ഒരു 20 വർഷം മേലായി സിനിമ ഇൻഡസ്ട്രിയിൽ. 1999 ഒരു അമൃത ടിവിയിലെ ഒരു ഷോയില് വന്നപ്പോ അന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ഡയനക്ക് അടുത്ത കൊല്ലം മാരേജ് ആണോന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ഒരു 10 വർഷം മുമ്പ് ഞാൻ ചോദിച്ചു, അടുത്ത കൊല്ലം മാരേജിന് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ചോദിച്ചു, അടുത്ത വർഷം മാരേജിന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, ഡയന എപ്പോഴാ മാരേജ്? അടുത്ത കൊല്ലം. അവള് പറഞ്ഞ വാക്കിന്ന് മാറാത്തവളാ. മഹാലിംഗം, അടുത്ത കൊല്ലമെങ്കിലും ഡയാന വിവാഹം കഴിക്കുമോ? അയ്യോ, മഹാലിംഗം അടുത്ത കൊല്ലമെങ്കിലും. ഇപ്പൊ തന്നെ 43 വയസ്സ്. ഇനി എപ്പോഴും നീ കല്യാണം കഴിക്കണേ? ഇനിയിപ്പോ 50 വരെ. ട്രൂ ലവ് ആണോ ഡയാന? അതെ അതെ അതെ. മഹാലിംഗം പറയൂ. ട്രൂ ലവ്. അതല്ല മഹാലിംഗം, എന്നോട് മാത്രം ഒരു ചതി. ഈ മഹാലിംഗം ഇനിയിപ്പോ എങ്ങനെ തിരിച്ചു പോവും? ഞാൻ ഇന്നൊരു ചോദ്യം. ശ്രീവിദ്യക്ക്
എന്താ ചേട്ടാ അത് പിന്നെ എന്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല. മഹാലിംഗം- ഞാൻ മഹാലിംഗ അടുത്ത് ചോദിക്കാം. കല്യാണം കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് കുട്ടി ഉണ്ടാവോ? യെസ്. എനിക്ക് എന്തോ പോലെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, എനക്കൊരു doubt. അതെങ്ങനെ മഹാലിംഗത്തിന് അറിയാൻ പറ്റൂ അല്ലേ? മാലിക പറഞ്ഞ കറക്റ്റ് ആട്ടാ. ഈ സ്നേഹമില്ലെങ്കിലും കുട്ടികളുണ്ടാവും. അത് വരും. ചേട്ടാ എനിക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഒറ്റ എനിക്കും ക്വസ്റ്റ്യൻ കൂടെ കൂടെ. എനിക്കൊന്നും അറിയാം. അല്ലല്ല എന്നെങ്കിലും ഞങ്ങൾക്ക് കൗണ്ടറിനുള്ള അതെങ്ങനെയാണ് എന്റെ മനസ്സിൽ നീ അറിഞ്ഞത്? അതെന്നെ നമ്മുടെ മനസ്സിൽ കാണുന്നു. അയ്യോ. ഞാൻ ചോദിക്കാം, എന്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒറ്റ തവണയെങ്കിലും ആ. നല്ല കൗണ്ടർക്ക് ആ. ഇവർക്ക് ശ്രീവിദ്യക്ക് അവാർഡ് കിട്ടുവോ? കിട്ടുവോ? മഹാലിംഗം പോയി. അയ്യോ. പോയി. ഉത്തരം പോലും പറഞ്ഞിട്ടില്ല. അണ്ണാ, പോയെടാ, പോയി 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 പാവം. ബാലചേട്ടൻ ആരെയും മഹാലിംഗം ശരിക്കും? മഹാലിംഗം ഇടയ്ക്ക് ഞായറാഴ്ച അവല് വിൽക്കാൻ വരും ഇവിടെ. മഹാലിംഗൻ ഞാൻ തന്നെയാണ്. എന്നെക്കാളും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു മഹാലിംഗൻ ആരായിരിക്കും? എന്റെ മഹാലിംഗം. ബാലച്ചേട്ടന് പറ്റിയ പേര് മഹാലിംഗം. അപ്പം ബാലചേട്ടൻ മഹാലിംഗം പോയോ? പോയി പോയി പോയി. പോയാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മത്സരം തുടങ്ങാം. അതെ, കോമ്പറ്റീഷൻ തുടങ്ങിയാലോ? വടക്കേറ്റിട്ട് തുടങ്ങടാ. വടക്കേക്കര. ഹാപ്പി ബർത്ത്ഡേ. ഇത് ഇത് മെഴുകുതിരി ഉരുകി വീട്. വല്ല ആവശ്യമുണ്ടോ? പഞ്ചില് പറയാൻ പറഞ്ഞോ? എന്താ അല്ല, പറ. ബാലചേട്ടന്റെ മഹാലിംഗം പോയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒരു അവാർഡ് പോലും കൗണ്ടറിന് കിട്ടില്ല എന്ന് മഹാലിംഗം പറഞ്ഞ സ്ഥിതിക്ക് മഹാലിംഗത്തിന് എതിരാളികളായി എതിരാളിയായി ഞങ്ങളൊരു ഫീമെയിൽ മഹാലിംഗക്കാണ്. ഫീമെയിൽ മഹാലിംഗം അല്ലേ ഇത്? അതേ തമിഴ്നാട്ടിൽ നിന്നല്ലേ ഇപ്പൊ മഹാലിംഗം വന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രേതം കൂടെ വരാൻ പോകുന്നുണ്ട്. നാഗവല്ലിയാണോ? പിന്നെ അല്ലാതെ പിന്നെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഞാനിപ്പോ ബാലചേട്ടൻ എന്ന് പറഞ്ഞേനെ. മഹാലിംഗം ഇപ്പൊ മനസ്സിലായി. ഞാൻ ചോദിച്ചപ്പോ എങ്ങനെ ഓടിപ്പോയി. അണ്ണാ, അത് ശരിക്കും മഹാലിംഗം, അത് ബാലചേട്ടനല്ല. മഹാലിംഗം വന്നപ്പോ തന്നെ ഞാൻ ചോദിച്ചു ശ്രീവിദ്യക്ക് കിട്ടുള്ളൂ. ഇപ്പൊ മനസ്സിലായി, ഓടിപ്പോയി. കിട്ടില്ല. അപ്പം നമുക്ക് ആ തമിഴ്നാട്ടിൽ നിന്ന് നാഗവല്ലി വിളിക്കാം. അപ്പൊ നാഗവല്ലി വരട്ടെ. തപ്പങ്കുതാണോ? അപ്പം നമ്മുടെ പറയൂ, അപ്പൊ നമ്മുടെ പറയൂ. തന്നേല് ഫോണുണ്ടോ? പ്രപ്പോസൽ. ഞാൻ MBBS. ഞാൻ MBBS. കണ്ണാണോ ഹാർട്ടാണോ? തവളച്ചാട്ടമാണ് ചെയ്യേണ്ടത്. നോർവേ. ഇത് നോർവേയിൽ വെച്ചിട്ട് നോർവേ മിമിക്രി. അതാ സാരി എടുത്ത് ലാലേട്ടൻ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാൻ ചെയ്ത് ഉമ്മൻചാണ്ടിയാവും. അങ്ങ് പറ. അമേദ്യം കൂട്ടിക്കുഴച്ച കുഴക്കില്ലേ അങ്ങനെ? ജയിച്ച ടീമിന് മുദ്ദുക കൊടുക്കും. ഇത് കൊടുക്കണതിനും റിഹേഴ്സൽ എടുക്കാം.